ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അതായത് ഞാൻ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ മുത്തപ്പൻ്റെ ഒരു ഇമേജ് വരച്ച് കൊടുക്കണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിന്ന് ഏതായാലും സാധിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ ഫ്രെയിമൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും മുത്തപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് തന്നെ അതിൻ്റെ സ്റ്റെപ്പ് ഞാനിവിടെ കാണിക്കാം. ഫസ്റ്റിൽ തന്നെ ഞാനിതുപോലെ അതിനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി തളിപ്പറമ്പ് വന്നിട്ടാണ് കേട്ടോ ഉള്ളത്. ഫസ്റ്റിൽ തന്നെ ക്യാൻവാസ് ബോർഡ് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആക്രിലിക് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പം ഞാനത് ഫസ്റ്റിൽ തന്നെ ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ റേറ്റ് 300 എബോവ് ആണ്. A3 സൈസിലുള്ള ക്യാൻവാസ് ബോർഡാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് മുത്തപ്പൻ്റെ ഇതുപോലെ നമ്മുടെ ഒട്ടുവരിയിലൊക്കെ ഒരുപാട് ചിത്രങ്ങൾ ഇതുപോലെ വെച്ചിട്ട് കാണാറുണ്ട്. അപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് എനിക്കൊന്ന് വരച്ചിട്ട് മുത്തപ്പൻ എന്നെ ഏൽപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പുറകെ ഇടുന്നതായിരിക്കും കേട്ടോ. നമ്മളത് കൊടുക്കുന്നതൊക്കെ ക്ഷേത്രത്തിൽ കൊടുക്കുന്നതൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ആവശ്യമായിട്ടുള്ള പെയിൻറ്റ് അതുപോലെ തന്നെ ബ്രഷും ഒക്കെ മേടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാ കളറും ആവശ്യമുള്ള എല്ലാ കളറും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് A3 സൈസിൽ ഇതിപ്പം പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തതാണ് കേട്ടോ അതിൻ്റെ ഔട്ട്ലൈന്. ഇത് ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ഞാൻ തനിയെ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്കെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ക്യാൻവാസ് ബോർഡിൽ വരക്കുമ്പോൾ നമ്മൾ നല്ലപോലെ സൂക്ഷിച്ച് വരക്കുക. കാരണം ഒരുപാട് എറേസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിനങ്ങനെ തന്നെ കല വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ തിന്നായിട്ട് വരച്ചു കൊടുക്കുക. അത് ചെറിയ 1-2 വട്ടമൊക്കെ നമുക്ക് എറേസ് ചെയ്യാം. ഒരുപാട് വട്ടം നമ്മൾ എറേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കല വീഴാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വരക്കുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് വരച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ പെയിൻ്റ് അടിക്ക് തുടങ്ങിയിട്ടുണ്ട്. നല്ല പണിയുണ്ട് ഇതിൽ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ നീറ്റായിട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ലുക്ക് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ സ്പീഡ് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് ബോറടി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒരു ലെയർ അടിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ വരക്കണമെങ്കിൽ അത് ഡ്രൈ ആവണം. അങ്ങനെ കുറേ സമയം കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാനിതുപോലെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിൽ കൂടി ഇതുപോലെ ഡ്രോയിങ്സ് അധികം ചെയ്യാറുണ്ട്. നമ്മളെ ഡ്രോയിങ്സൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലെ ക്യാൻവാസ് ബോർഡിൽ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡ്രോയിങ് ചെയ്യുന്നത്. അത് മുത്തപ്പനെ തന്നെ വരക്കാൻ വേണ്ടിയിട്ട് സാധിച്ചതിൽ ഞാൻ എന്തായാലും ഹാപ്പിയാണ് കേട്ടോ. പിന്നെ പീരീഡ്സ് ആവുന്ന സമയത്തൊന്നും ഞാനിത് ചെയ്തിട്ടുണ്ടായില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ഡ്രോയിങ്ങാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ഇതായിട്ടാണ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഞാൻ മകനൊക്കെ ഉറങ്ങുന്ന സമയം, ഫ്രീ ടൈം അല്ലെങ്കിൽ അവൻ കളിക്കുന്ന സമയത്തൊക്കെയാണ് കിട്ടുന്ന സമയം വെച്ചിട്ടാണിത് ചെയ്ത് തീർത്തത്. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചത് വെറും പെയിൻറ്റിങ് മാത്രമല്ല, കടലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വൈറ്റ് പേപ്പേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഫോയിൽ പേപ്പർ, നമ്മളെ ഭക്ഷണമൊക്കെ പൊതിയുന്ന ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ. അതൊക്കെ ഷൈനിങ്ങിന് വേണ്ടിയിട്ട് എടുത്തതാണ്. നമ്മളിപ്പം വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്യുമ്പം അത്ര ഷൈനിങ് ചെയ്തത് നിൽക്കുന്നില്ല, ഗ്ലേസിങ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാനിത് വരക്കുന്ന സമയത്ത് ചില സമയം ധനുഷ് എൻ്റെ കൂടെ തന്നെ വന്ന് ആൾ നല്ല രീതിക്ക് അലമ്പാക്കാറുണ്ട് കേട്ടോ. പെയിൻ്റൊക്കെ എടുത്തിട്ട് എന്താ പറയുക, നല്ലപോലെ അലമ്പ് കളിക്കാറുണ്ട്. അവനെപ്പോഴും എൻ്റെ അടുത്ത് പറയും നമുക്ക് ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് മേലോട്ടേക്ക് പോകാമെന്നുള്ളത് പറഞ്ഞിട്ട് എപ്പോഴും എൻ്റെ കൂടെ വരാറുണ്ട് കേട്ടോ വരക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഇതിങ്ങനെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. അതിന് സമയമൊക്കെ എപ്പോഴാണ് കേട്ടോ ഒത്തുചേർന്ന് വന്നത്. ഇപ്പോൾ ഞാൻ ഓരോരോ ഇതായിട്ട് വരച്ചെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇതുപോലെ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ളത് വരക്കാനാണ് ഏറ്റവും പണി കേട്ടോ.
എല്ലാം നമ്മൾ നല്ല നീറ്റായിട്ട് വരച്ചു കൊടുക്കണം. നീറ്റ്നെസ് ചെറിയ രീതിക്കൊന്നും പാളിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വരച്ച ചിത്രത്തിന് ആ ഒരു ഇത് കിട്ടത്തില്ല കേട്ടോ. ചില സമയത്ത് ഞാനിത് മഴയൊക്കെ പെയ്യുന്ന നല്ല സമയം ഉണ്ടാവില്ല, അപ്പോൾ ആ ഒരു സമയത്ത് ഇത് പുറത്തൊക്കെ എടുത്ത് വന്ന് ബാൽക്കണിയിലൊക്കെ ഇരുന്ന് ഇതിങ്ങനെ വരച്ചെടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു ഹാപ്പിനെസ് കിട്ടാറുണ്ട്. അത് ചിലപ്പോൾ വരയ്ക്കുന്നവർക്കൊക്കെ ഞാൻ ഈ പറയുന്നത് എന്താ പറയുക, ഇത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് വരച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ചേച്ചിയുടെ വീട്ടിൽ തെയ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഇതായിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുന്നുണ്ട് ഇതിൻ്റെ പല പല ഭാഗങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറേ അധികം മുത്തപ്പൻ്റെ മുടി കാര്യങ്ങളൊക്കെ നോക്കി സെറ്റാക്കി വെച്ചിട്ട് എന്താ പറയുക, ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയിട്ട് അതിലേക്ക് പകർത്തി വരച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഫോട്ടോ നോക്കിയാണ് വരക്കുന്നതെങ്കിൽ കൂടി ചിലതൊന്നും നമുക്ക് വിസിബിൾ അല്ലായിരുന്നു, കറക്റ്റ് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനിതുപോലെ മുത്തപ്പനൊക്കെ നോക്കി അവിടെ നിന്നൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്തതിന് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫോയിൽ പേപ്പർ നേരത്തെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞത് ഇതുപോലുള്ള സംഭവം ചെയ്യാനാണ് കേട്ടോ. അത് കുറേ അധികം ഞാൻ മേലോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കി വരക്കുന്ന ആ ഒരു പിക്ചറിൽ ഞാനൊരു ഇമേജ് നോക്കി വരക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പിക്ചറിൽ ഈ കഴുത്തിൻ്റെ ഭാഗം വരുന്ന അത്രയും വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് താഴേക്ക് എന്താണെന്നുള്ളത് ഞാൻ കുറേ സെർച്ച് ചെയ്തു പിക്കിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ അത് വരച്ചതാണ് കേട്ടോ അതൊക്കെ. ഇനി ഈ ഒരു വർക്ക് സക്സസ് ആയിട്ടുണ്ട് എന്തായാലും എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്താണെന്ന് തോന്നുന്നുള്ളത് കൂടെ പറയണം കേട്ടോ. അപ്പോൾ എനിക്കിനി അടുത്ത വർക്ക് ചെയ്യുമ്പോൾ മുത്തപ്പൻ്റെ ഫുൾ രൂപം അമ്പലത്തിൽ വെച്ചിട്ട് ചെയ്യണം. അമ്പലത്തിൻ്റെ മുന്നിൽ മുത്തപ്പൻ്റെ രൂപം വെച്ച് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ കൊടുക്കാൻ വേണ്ടി പോയിരുന്നു പരസ്യങ്ങൾ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് തോന്നിയൊരിതാണ്. അപ്പോൾ ഞാൻ ഇനി അത് പറ്റുവാണെങ്കിൽ തീർച്ചയായും ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും അത് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ചെയ്യൂ. അപ്പം ഞാൻ ആദ്യം ഈ ഫോയിൽ പേപ്പർ യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് വൈറ്റ് അക്രിലിക് പെയിൻ്റ് ആയിരുന്നു ചെയ്യാമെന്ന് വെച്ചിട്ട് മേടിച്ചിട്ടുണ്ടായത്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ടൈം അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്ര ഷൈനിങ് കൊടുക്കുന്നുണ്ടായിട്ടില്ല. ഇതുപോലെ എന്താ പറയുക, ഗ്ലേസിങ് കിട്ടുന്നുണ്ടായിട്ടില്ല. ഈ തിളങ്ങുന്ന ഈ വൈറ്റ് കളറിലുള്ളതൊക്കെ ഞാൻ ഫോയിൽ പേപ്പർ വെച്ചിട്ട് മുറിച്ചെടുത്താണ്. മുറിച്ചെടുക്കാൻ നല്ല പോലെ പണിപ്പെട്ടിരുന്നു. കാരണം വേറെ ഒന്നല്ല, പെട്ടെന്ന് എന്താ പറയുക, അറിയാമല്ലോ, കീറിപ്പോകുന്ന പേപ്പറാണ്. അതുകൊണ്ട് അത് മുറിച്ചെടുക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ പണി. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര ഒരു ഗ്ലേസിങ് കിട്ടത്തില്ല, അത്ര ഒരു ഗ്ലേസിങ് തീർച്ചയായും കിട്ടത്തില്ല. അപ്പോൾ അത് എനിക്കെന്തായാലും ആ ഒരു സംഭവം ഞാൻ ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് അക്രിലിക് പെയിൻറ്റ് വൈറ്റാണ് ചൂസ് ചെയ്തതെങ്കിൽ അത് ഞാൻ അടിച്ച് നോക്കിയപ്പോൾ എനിക്കത് അത്ര ഇതായിട്ട് തോന്നിയില്ല. പിന്നെയാണ് ആലോചിച്ചത് നമ്മളെ ഫോയിൽ പേപ്പർ സിൽവർ കളറ് വെച്ച് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയത്. അപ്പോൾ അതൊന്ന് മേടിച്ചു. അപ്പോൾ അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ. ഫോയിൽ പേപ്പറിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം ഒരു റോളിന് വന്നത് 300 സംതിങ് റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് കണ്ടില്ലേ, അപ്പുറത്തെ ഇതിന് ടച്ച് ചെയ്യാണ്ട് കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുക്കണം. പിന്നെ ഇതൊക്കെ ചെയ്തത് ഒറ്റ ലെയർ പെയിൻറ്റിങ്ങിലല്ല കേട്ടോ, ഒരുപാട് ലെയർ ഇതിന് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ലെയർ ആയതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല ഇതായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി മുടി വരുന്ന ഭാഗമാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കിപ്പം എന്താ പറയുക, നമ്മൾ പിക്ചറിൽ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് അതേ മുത്തപ്പൻ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതൊക്കെ പൂക്കളും കാര്യങ്ങളൊക്കെ ആണല്ലോ അവിടെ. അപ്പം നമുക്ക് ഏകദേശം ഒരു ഇതിൽ വെച്ച് നമ്മൾ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഇത് കണ്ടില്ല, ഞാനിവിടെ ഫോയിൽ പേപ്പർ ഇതിൻ്റെ മിഡിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുത്തപ്പൻ്റെ തലയിലുണ്ടാകുന്ന ആ ഒരു പാമ്പ്, അതൊക്കെയാണ് ഞാൻ ഫോയിൽ പേപ്പർ വെച്ച് പരമാവധി ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞാൽ നല്ല എടുത്ത് കാണിക്കും എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിലൊക്കെ ഫോയിൽ പേപ്പർ കണ്ടില്ല, നല്ല ഗ്ലേസിങ് ഉണ്ട്. ചിലപ്പോൾ വൈറ്റ് പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ഇത് കിട്ടത്തില്ല നമുക്ക്. അപ്പോൾ ഇത് ഇത്ര വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദൻഷു ബേബി എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഞാനിതപ്പോൾ വർക്ക് എല്ലാ ദിവസവും അവസാനിപ്പിക്കുമ്പോഴും ഞാനിതുപോലെ തൊട്ട് തൊഴാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. മുത്തപ്പൻ്റെ ആ ഒരു ഇതൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയെങ്കിൽ ആ മുടിയുടെ ഭാഗത്തൊക്കെ ഒന്നുകൂടെ സെറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾക്കത് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിന് വരച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. വരച്ച് കൊടുക്കാന്ന് വെച്ചാൽ കുറച്ചും കൂടെ നീറ്റാക്കി എടുക്കത്തക്ക വിധത്തിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വരച്ച് ചെറിയ ചെറിയ ഇതുണ്ടല്ല ആ മുടിയുടെ ഭാഗമൊക്കെ വരുമ്പം അതിൻ്റെ ഇടയിലൊക്കെ കൂടെ വരച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ പെയിൻ്റ് നമ്മൾ വരച്ചെടുത്തതിൻ്റെ മേലെയൊക്കെ ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീണ്ടും വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ 1 ലെയർ മാത്രമല്ല ഒരുപാട് ലെയർ നമ്മൾ ഇതിൻ്റെ മേലെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ നമ്മുടെ റെസിൻ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റെസിൻ അതുപോലെ തന്നെ വാർണിഷും എടുത്തിട്ടുണ്ട്. പിക്ചർ വാർണിഷ് നമ്മളെ ഫോട്ടോസിനൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ രണ്ടും ഞാനിതിന് യൂസ് ചെയ്തിട്ടില്ല. കാരണം വേറെ ഒന്നല്ല, റെസിൻ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളും ഞാൻ വേറൊരു A4 ക്യാൻവാസ് ബോർഡ് മേടിച്ചിട്ട് അതിൽ വേറൊരു ചിത്രം വരച്ചിട്ട് ഇതിൽ നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചോ അതൊക്കെ ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മളെ ഫോയിൽ പേപ്പറിനെ ഫെയ്ഡാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തോളൂ. അതുകൊണ്ട് ഞാൻ അതപ്പം തന്നെ നിർത്തി വെച്ചു കേട്ടോ. അത് ഞാൻ റെസിൻ ഒഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഈ പിക്ചർ ഫുള്ളായി കഴിഞ്ഞപ്പോൾ വാർണിഷ് ഫുള്ളായിട്ട് അതിൽ അടിച്ചു കൊടുത്ത് 2 ലെയർ ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്നേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഗ്ലേസിങ് എടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ഫോയിൽ പേപ്പർ ഫുള്ളായിട്ട് ഫെയ്ഡായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പെയിൻറ്റും ഫെയ്ഡായ പോലെ എനിക്ക് തോന്നി കളറ്. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ടായി. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അതൊക്കെ ഫെയ്ഡായി പോയല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ മേലെ ലെയർ പെയിൻ്റ് അടിച്ചു. പിന്നെ ഞാൻ ചെയ്തത് നമ്മൾ ഈ ഫോയിൽ പേപ്പറിന് ഈ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് തുണി നനച്ചിട്ട് ഒരുപാട് വട്ടം ഉരച്ചപ്പോൾ വളരെ നൈസായിട്ട് ഒരുപാട് വട്ടം ഉരച്ചു. അപ്പോൾ അത് എന്താ പറയുക വാർണിഷ് അതിൻ്റെ മേലെ നിന്ന് ഇളകിപ്പോയി കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ ആരും ചെയ്യാതിരിക്കുക. നമ്മളെന്ത് ചെയ്യുമ്പോഴും ട്രയൽ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഇതിൻ്റെ മേലെ പേര് എഴുതി തരുന്നതാണ് കേട്ടോ. എനിക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ടില്ല എന്ത് ചെയ്തിട്ടും. അപ്പോൾ ഹസ്ബൻഡ് ആണ് എന്നെ പേരെഴുതാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഹണി കരുണാകരൻ എന്നാണ് പേരെഴുതുന്നത്. അപ്പോൾ നമ്മളെല്ലാം വരച്ച് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ നമ്മളിത് ഫ്രെയിം ചെയ്യാൻ വേണ്ടി തളിപ്പറമ്പിൽ ഒരു കടയിൽ വന്നിട്ടാണുള്ളത്. ഇന്ദ്ര ഫ്രെയിംസ് എന്നാണ് കേട്ടോ പേര്. ഇവിടെ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ റേറ്റ് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര അതിശയപ്പെടുന്ന തരത്തിലായിരുന്നു. കാരണം നല്ല ചെറിയ വിലക്കുറവിനാണ് വിലയ്ക്കാണ് ഇവർ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളതാണ് കേട്ടോ. ശരിക്കും എനിക്ക് റേറ്റ് കിട്ടിയപ്പോൾ ഞെട്ടിപ്പോയി. മൊത്തത്തിൽ ഇത് ഫ്രെയിം ചെയ്തെടുത്തപ്പോൾ ആകെ 800 രൂപയേ ആയിട്ടുള്ളൂ. ഞാൻ ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ച മറ്റിടത്തൊക്കെ ചോദിച്ചപ്പോൾ റേറ്റ് അധികം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നല്ല ഫ്രെയിംസ് കാര്യങ്ങളുണ്ട്. നമുക്കെല്ലാം ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വെച്ച് നോക്കാൻ. അപ്പോൾ നമ്മളിത് അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം നമ്മളിത് ഒരു ഉച്ചക്കാണ് കൊണ്ടു കൊടുത്തത്. അപ്പോൾ വൈകുന്നേരം തന്നെ ഇവർ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ താല്പര്യമുള്ള ഇവിടെ വരാം കേട്ടോ. നല്ല വിലക്കുറവാണ്. തളിപ്പറമ്പാണ് കട. അപ്പോൾ ഇത് ഫുള്ളായിട്ടുള്ള ആ ഒരു ഇത് കാണിക്കുക. നമ്മളെ പിക്ചർ വരച്ചതും അതുപോലെ തന്നെ അത് ഫ്രെയിം ചെയ്തിട്ടൊക്കെയുള്ള ഫുൾ വ്യൂ ഇതിപ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ടുള്ള വ്യൂ ആണിത്. അപ്പോൾ ഇതിന് നമ്മൾക്ക് മുത്തപ്പൻ്റെ മടപ്പുരയിൽ മുത്തപ്പൻ്റെ കയ്യിൽ മുത്തപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇതവിടെ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് വളരെയധികം ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കിനി മുത്തപ്പൻ ക്ഷേത്രത്തിൽ മുത്തപ്പൻ്റെ കയ്യിൽ കൊടുക്കണം. അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ നമുക്കതിനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു തന്നത് ദേവസ്വം ബോർഡ് എഞ്ചിനീയറായ രാജേഷ് ചേട്ടനാണ്. അപ്പോൾ അവർ നമുക്ക് മുന്നേ പരിചയമുള്ള ആളാണ് കേട്ടോ. അപ്പം അവർക്ക് ഈ അവസരത്തിൽ എൻ്റെ ഒരു വളരെയധികം നന്ദി ഞാനിപ്പം രേഖപ്പെടുത്തുകയാണ്. കാരണം മുത്തപ്പൻ്റെ കയ്യിൽ തന്നെ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ധൻഷു ബേബി ഇത് കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. തമ്പാച്ചി നമ്മുടെ വീട്ടിൽ വന്നമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഫോട്ടോസൊന്നും ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് മിസ് ചെയ്യരുത് എന്നുണ്ട്. ചിലപ്പോൾ നമ്മളെ ഫോണിലാണെങ്കിൽ ചിലപ്പോൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഈ കലാസൃഷ്ടി മുത്തപ്പൻ്റെ കയ്യിൽ മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഏൽപ്പിക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോസുമായിട്ട് ഞാൻ വരാം. സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ തീർച്ചയായും നിങ്ങൾ ഇത് കാണുന്നവർ കാണാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്ര വരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും മുത്തപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതായത് ഇതുപോലെ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.